റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അതിജീവിതയിൽ നിന്ന് വിവരശേഖരണം നടത്തിയ SIT. സംഭവിച്ച കാര്യങ്ങൾ SITയോട് അതിജീവിത പങ്കുവച്ചു. 2 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുമോ എന്നതിൽ SITയോട് അതിജീവിത ആശങ്ക പങ്കുവച്ചു. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, അതിജീവിതയുടെ മുന്നിലുള്ളത് ആദ്യം പരാതിയുമായി എത്തിയ പെൺകുട്ടിയുടെ പുറം ലോകത്ത് അവൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ്. അതാണോ മൊഴി നൽകുന്നതിൽ നിന്ന് ഇപ്പോൾ പരാതിക്കാരിക്ക് ഒരു മടിയുണ്ടാക്കുന്നത്? SITയോട് ആശങ്കകൾ പങ്കുവച്ചോ അതിജീവിത? സുജയ, ഒന്നിലധികം തവണ തന്നെ ഇതിനോടകം SIT അതിജീവിതയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിജീവിത നടന്ന കാര്യങ്ങളെല്ലാം തന്നെ SITയോട് പങ്കുവച്ചിട്ടുമുണ്ട്. അതായത് തുടക്കം മുതൽക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഔദ്യോഗികമായിട്ട് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ അതിജീവിത തയ്യാറാക്കേണ്ടത്. അത് ഏറെക്കുറെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ SIT പറയുന്നത്. നിലവിൽ ഫോണിലാണ് അതിജീവിതയെ ബന്ധപ്പെട്ടത്. ഇനിയിപ്പോൾ അതിജീവിത എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ അതിജീവിത എവിടെയാണോ വരാൻ പറയുന്നത്, അവിടെ ചെന്ന് SIT അതിജീവിതയുടെ സൗകര്യപ്രകാരം മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിജീവിതയെ ഇത്രത്തോളം വൈകിപ്പിക്കാൻ, അതായത് മൊഴി നൽകുന്നത് വൈകിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം ആശങ്കയാണ്. ആദ്യ കേസിലെ അതിജീവിത ഈ പരാതി നൽകിയ ശേഷം അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം നടന്നിട്ടുള്ള സൈബർ ആക്രമണം, വല്ലാത്ത രീതിയിലുള്ള സൈബർ ആക്രമണം അതിജീവിതക്കെതിരെ നടന്നു. മാത്രമല്ല വ്യക്തിഗത വിവരങ്ങൾ, ഫോട്ടോ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ആളുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിലിപ്പോൾ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തന്റെയും വ്യക്തിഗത വിവരങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ ഒക്കെ തന്നെ ഷെയർ ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയാണ് അതിജീവിത പോലീസിനോട് പങ്കുവച്ചത്. അപ്പോൾ അതിൽ ഒരു ഉറപ്പൊക്കെ കൊടുത്ത ശേഷം അതിജീവിതയുടെ ആ ഒരു സമ്മർദ്ദമൊക്കെ കുറച്ച ശേഷം ഒരു 2 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ SIT ഉദ്ദേശിക്കുന്നത്. ഈ കേസ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആദ്യ കേസിനേക്കാൾ കുറച്ചുകൂടി ഗുരുതര സ്വഭാവത്തിലുള്ള കേസാണ് എന്നുള്ള വിലയിരുത്തലിലാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നീക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ അതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് പിന്നീട് ഈ വനിതാ IPS ഉദ്യോഗസ്ഥ അതിജീവിതയെ വിളിക്കുകയും ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തേണ്ടതുണ്ട്. അത് എവിടെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിജീവിത ഇതിനോടകം തന്നെ SITയോട് പറഞ്ഞു കഴിഞ്ഞു. ആർക്കൊക്കെ ഇത് അറിയാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്തേക്ക് അതിജീവിതയെ എത്തിച്ച ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ്, ആ ഫെനി നൈനാനെ കൂടി പ്രതി ചേർക്കാനുള്ള വിവരങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് SIT പറയുന്നത്. അത് പക്ഷേ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഉടൻ തന്നെ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കാനാണ് SIT ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വകുപ്പുകളും ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കലും ഭീഷണിപ്പെടുത്തലും അടക്കമുള്ള വകുപ്പുകളൊക്കെ തന്നെ ഇതിനകത്ത് ചേർക്കപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഘട്ടത്തിലായിരിക്കും ഫെനിയെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള നീക്കത്തിലേക്ക് SIT കടക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഇതിന്റെ FIR, അതിന്റെ പൂർണ്ണരൂപം, അതിന്റെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തിരുവനന്തപുരം ACJയും തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പോലീസ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൂടി കണക്കിലെടുത്തിട്ടുണ്ട് കോടതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കേസ് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SIT ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പരാതിക്കാർ വരുമോ എന്നുള്ള കാര്യം കൂടി SIT നോക്കുന്നുണ്ട്. അത്തരം ചില സൂചനകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പരാതികൾ വന്നാൽ അതുകൂടി സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാം, പ്രത്യേകമായി തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യാനാണ് SIT ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ കേസ് ഒരു പ്രത്യേക SIT അതിനുവേണ്ടി രൂപീകരിക്കുകയും ഇതിപ്പോൾ രണ്ടാമത്തെ സംഘമാണ് ഈ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്നത്. ഇത് രണ്ടും 2 രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ IPS ഉദ്യോഗസ്ഥയെ G. പൂങ്കുഴലിയെ ഇന്നലെ അന്വേഷണം ഏൽപ്പിച്ചതും. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. അതിജീവിയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് SIT. രണ്ടാമത്തെ കേസ് അതുകൂടി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പരുങ്ങലിലാകുമെന്നുള്ളതാണ് നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്.